ഒരു സമൂഹത്തിന്റെ നേർപാതിയാണ് സ്ത്രീകൾ. സ്ത്രീകളോടുള്ള സമീപനത്തിൽ പല സമൂഹങ്ങളിലും പലതരം പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പല ആളുകളുടെയും സമീപനങ്ങളിൽ, അവരോടുള്ള പെരുമാറ്റങ്ങളിലൊക്കെ പലതരത്തിലുള്ള സ്ത്രീവിരുദ്ധമായ അംശങ്ങൾ പല രൂപത്തിൽ കലർന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഇന്നും നമ്മൾ സ്ത്രീ അവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ നൂറ്റാണ്ടിലും വലിയൊരു ചർച്ചയാണ് സ്ത്രീ അവകാശങ്ങൾ എന്നുള്ളത്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈവൻ യൂറോപ്പിൽ പോലും സ്ത്രീകൾക്ക് സ്വത്തവകാശം കിട്ടുന്നത്, അതുപോലെ തന്നെ വോട്ടവകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമാണ് യൂറോപ്പിൽ പോലും ലഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇസ്ലാം എല്ലാ നിലക്കും പരിപൂർണമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഒരു ഉത്തമ മാതൃകയാണ്, എല്ലാ നിലക്കുമുള്ള പരിപൂർണ മാതൃകയാണ് റസൂൽ. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിലുള്ള വിരുദ്ധതയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. സ്ത്രീ വിരുദ്ധരായ ആളുകളോട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും പലപ്പോഴും നമുക്ക് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമീപനം തന്നെ ഒരു വലിയൊരു വിഷയമാണ് അല്ലേ. പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ പല ആളുകളും പറയുന്ന അനുഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ പെണ്ണല്ലേ, പെണ്ണ് അവിടെ വെക്കട്ടെ, പെണ്ണിൻ്റെ അഭിപ്രായം അവിടെ വെക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ പുരുഷന്മാർ പറയുന്നത് കേട്ടാൽ മതി, അല്ലെങ്കിൽ പുരുഷന്മാർ സംസാരിക്കുന്നിടത്ത് സ്ത്രീകൾ വരേണ്ടതില്ല. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമീപനങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇതിനെ റസൂലിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തട്ടിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഇസ്ലാമിനുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കി തുടങ്ങാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു. ശരിക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകമറിഞ്ഞ ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ തന്നെ നമുക്ക് ഒരുപാട് പരിഗണനകൾ സ്ത്രീകൾക്ക് നൽകുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ സ്ത്രീകൾ പരിഗണിക്കേണ്ടത് പോലും ഇല്ല എന്ന് പറയുന്ന ആളുകളുള്ളിടത്ത് ഇസ്ലാം വളരെ കൃത്യമായി സ്ത്രീകളെ പരിഗണിക്കണം, പ്രത്യേകം എടുത്തു പറയുന്ന കുറെ വചനങ്ങൾ നമുക്ക്. സ്ത്രീകൾക്ക് ശരിക്കും സോൾ ഉണ്ടോ, ആത്മാവുണ്ടോ എന്നുള്ള ചർച്ചകൾ പോലും നമുക്ക് കാണാൻ പറ്റും. മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇപ്പം ഖുർആനിലൊക്കെ പലപ്പോഴും നമ്മുടെ ഭാഷയിൽ പിന്നെ മനുഷ്യൻ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുമ്പം മനുഷ്യന്മാർക്ക് പൊതുവായിട്ട് അവൻ എന്നുള്ളതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഭാഷയിൽ പൊതുവായിട്ട് പുരുഷലിംഗത്തെ പറഞ്ഞുകൊണ്ടുള്ള പിന്നെ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അവിടെയാണ് റസൂലിൻ്റെ മുമ്പിലേക്ക് ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുന്നത്. ഖുർആനിൻ്റെ അഭിസംബോധന പലപ്പോഴും പുരുഷന്മാരെയാണല്ലോ, എന്നുവെച്ചാൽ ഭാഷയുടെ പൊതുവായ രീതിയാണത്. അപ്പോൾ പുരുഷന്മാർ മാത്രമാണല്ലോ അഭിസംബോധന, സ്ത്രീകൾക്ക് അവിടെ ഒരു പരിഗണന നൽകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഈവൻ ഇപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിലെ നമ്മുടെ മനസ്സിൽ പോലും വെറുതെ എന്തിനാ അമ്മാതിരി ചോദ്യം ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു മനസ്സാണോ യഥാർത്ഥത്തിൽ? അവിടെ റസൂലിന്റെ പ്രതികരണം എന്താണെങ്കിൽ ഇസ്ലാമിന്റെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് ശരിക്കും നമുക്ക് പരിശോധിക്കാവുന്ന. ആ സമയത്ത് ഖുർആനിലൊരു ആയത്ത് ഇറങ്ങുന്നുണ്ട്, ഖുർആനിലൊരു വചനം തന്നെ ആ സമയത്ത് അതിനെ ഇറലവന്റ് ആക്കി കളയല്ല, അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കല്ല, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സിമ്പിളായൊരു മറുപടി അതൊക്കെ എല്ലാവർക്കും പറ്റിയത് തന്നെയാണ് എന്ന് പറഞ്ഞു ഒഴിവാക്കല്ല. ഒരു സ്ത്രീ ഒരു കൺസേൺ പറഞ്ഞപ്പോൾ ആ കൺസേണിനെ മാറ്റിവെക്കുകയല്ല, മറിച്ച് ആ കൺസേണിനെ തുടർന്ന് 7-ാം ആകാശത്ത് നിന്ന് ഒരു വഹി ഇറങ്ങുകയാണ്, ദിവ്യബോധനം ഇറങ്ങുകയാണ്. ഒരു സ്ത്രീയുടെ ഒരു കൺസേൺ പരിഗണിക്കുന്നില്ലേ, അല്ലെങ്കിൽ അവിടെ സ്ത്രീകളെ പ്രത്യേകം പരാമർശിക്കുന്നില്ലേ എന്നൊരു കൺസേൺ വരുമ്പോഴേക്ക് 7-ാം ആകാശം വലിയൊരു പരാതിയായിട്ട് പോലും പറഞ്ഞ ഒരു സംഗതിയല്ല. അതെ ഒരു സംശയം പോലെ ചോദിച്ചു എന്നുള്ളൂ, ഒരു കൺസേൺ പറഞ്ഞു എന്നുള്ളൂ. അപ്പോഴേക്ക് ആകാശ ലോകത്തു നിന്നും വഹി ഇറങ്ങുന്നു, ദിവ്യബോധനം ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇത് ഈ ദിവ്യബോധനത്തിന്റെ മാത്രം വിഷയമല്ല, ഖുർആനിലൊരു ചാപ്റ്റർ തന്നെ അറിയപ്പെടുന്നത് നിസാ, സ്ത്രീകൾ എന്നുള്ളത്. എത്രത്തോളം പരിഗണന അതിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ഊഹിക്കാവുന്നില്ല. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ ഒരു ചാപ്റ്റർ ഇങ്ങനെ ഒരു പേര് കൊടുത്തിട്ട് സ്ത്രീകൾ എന്നൊരു അധ്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ആ സന്ദർഭത്തിൽ ആ സ്ത്രീയുടെ കൺസേൺ കേട്ട് അള്ളാഹു ഇറക്കുന്ന ആയത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ അതൊന്ന് ആദ്യം പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات
والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. അപ്പോൾ ഈ ആയത്തിൽ ശരിക്ക് പുരുഷന്മാരെയും സ്ത്രീകളെയും പേരെടുത്ത് പറഞ്ഞ് ഇങ്ങനെ അഭിസംബോധന ചെയ്യും ഓരോ തവണയും പുരുഷന്മാരും സ്ത്രീകളും ഓരോ പ്രവർത്തികൾ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, തീർച്ചയായും മുസ്ലിങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അതേപോലെ സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും, ഇങ്ങനെ ഓരോന്നിലും ഇങ്ങനെ സ്ത്രീകളെടുത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധരായ പുരുഷന്മാരും സ്ത്രീകളും, വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമാലുക്കളായ പുരുഷന്മാരും സ്ത്രീകളും, വൽ ഖാശിഈന വൽ ഖാശിആത്ത്, ഭയഭക്തിയുള്ള പുരുഷന്മാരും സ്ത്രീകളും. എല്ലാത്തിലും പുരുഷന്മാരെ മാത്രം അഭിസംബോധന ചെയ്യാതെ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി ഭയഭക്തിയുള്ളവർ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ സത്യസന്ധർ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറയാതെ പുരുഷന്മാർക്കും പരിഗണനയുണ്ട്, ഈ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന സ്ത്രീകൾക്കും പരിഗണനയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രൂപത്തിൽ എടുത്തെടുത്ത് ഓരോന്നായി എടുത്ത് പറയുന്നു. ഇതെന്തിനാണ് ഒരു സ്ത്രീ കൺസേൺ പറയുന്നു, അപ്പോഴേക്ക് ഓരോ ഭാഗത്തും അവിടെ പുരുഷൻ സ്ത്രീ എന്ന് പറയുകയും എന്നിട്ട് അവസാനിപ്പിക്കുന്നത് ആദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. ഇത് ആർക്കും ഒരു തരത്തിലുള്ള അനീതിയല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് എന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് അവർക്ക് പാപമോചനവും അതേപോലെ തന്നെ ഏറ്റവും നല്ല പ്രതിഫലവും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു പരിഗണന നമ്മൾ കാണുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് പലപ്പോഴും നമ്മൾ മുഹമ്മദ് നബി മാതൃകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് അള്ളാഹു നേരിട്ട് പരിഗണിക്കുന്നതാണിത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കൺസേൺസ് വരുമ്പോൾ അള്ളാഹു പരിഗണിച്ച സ്ത്രീയെ നമ്മൾ പരിഗണിക്കാതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ അവഗണനകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ച് സ്വയം ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു താക്കീത് നൽകിയ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീകളോട് ഏതെങ്കിലും തരത്തിൽ അവരുടെ അവകാശങ്ങൾ, പിന്നെ ആ രണ്ട് ദുർബലരുടെ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം സമൂഹത്തിൽ പലപ്പോഴും ദുർബലരാക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന വിഭാഗമായിരുന്നു സ്ത്രീകൾ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ദുർബലരെ കുറിച്ചാണ് പറയുന്നത്. സമൂഹത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇവർ അടിച്ചമർത്തപ്പെട്ട ദുർബലരാക്കപ്പെട്ടിരുന്ന ആളുകളാണ്. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുമ്മ ഇന്നി ഉഹർരിജു ഹഖ്ഖ ദഈഫൈൻ, രണ്ട് വിഭാഗം ദുർബലരുടെ വിഷയത്തിൽ ഞാൻ ഇവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്, അതായത് മുസ്ലിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട് എന്നതിന് അള്ളാഹുവേ നീ സാക്ഷിയാണ്. എന്നിട്ട് ആ രണ്ട് വിഭാഗം ദുർബലരെ കുറിച്ച് വിശ്വാസം പറയുന്നത് അൽ യതീം, അവർ അനാഥ മക്കളാണ്, മാതാപിതാക്കളിൽ ആരെങ്കിലും മരണപ്പെട്ട അനാഥ മക്കളും, വൽ മർഅ, സ്ത്രീകളുമാണ്. അപ്പോൾ ഇവരുടെ വിഷയത്തിൽ, ഈ ദുർബലരുടെ വിഷയത്തിൽ ഞാൻ ഇവർക്ക് താക്കീത് നൽകിയതിന് നീ സാക്ഷിയാണ് അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബിമാരെ അഭിസംബോധന ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായൊരു താക്കീത്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി നടത്തുന്ന പ്രസംഗത്തിൽ പോലും സ്ത്രീകളുടെ അവകാശങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എത്രത്തോളം പ്രാധാന്യം സ്ത്രീകളുടെ വിഷയത്തിൽ, അവകാശങ്ങളുടെ വിഷയത്തിൽ. ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നത് ഒരാള് അയാളുടെ ഏറ്റവും അവസാനത്തെ ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അത്രയും പ്രിസൈസ് ആയിട്ടുള്ള, അത്രയും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമേ ഏകദേശം അറിയാം. ഇനി ഞാൻ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, അടുത്ത വർഷം ഞാൻ ഉണ്ടായേക്കില്ല എന്ന് സൂചന നൽകിയിട്ടാണ് ആ പ്രസംഗം തുടങ്ങുന്നത്. എന്നിട്ട് അതിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്നതാണ് സ്ത്രീകളോടുള്ള നിങ്ങളുടെ സമീപനം, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നുള്ളത്. ലോകത്തോട് താനിതാ പിന്നെ പോവാണ് എന്ന് വെച്ചാൽ ഞാൻ വിടവാങ്ങുകയാണ് എന്ന നിലക്കുള്ള ഒരു വിടവാങ്ങൽ പ്രസംഗത്തിൽ സ്ത്രീകളോടുള്ള അവകാശം, അതിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന റസൂൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ശരിക്കും പൊതുവെ സമൂഹത്തിലൊക്കെ കാണുന്നതാണ്, നമുക്ക് ഈ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും. അങ്ങനെ സ്ത്രീ അവകാശം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും അതിൻ്റെ ഒരു യഥാർത്ഥ നമ്മുടെ മുഖം കാണാൻ സാധിക്കുക നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ത്രീകളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ശരിക്കും റസൂലിൻ്റെ ഒരു ഹദീസ്, വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്, ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് അവനാണ് ഏറ്റവും നല്ലവൻ എന്നുള്ളത്. അതായത് ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവം, അതിന്റെ പരിശുദ്ധി നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയോട് എങ്ങനെ പെരുമാറുന്നു. കുറച്ചുകൂടി ഒരു പ്രൈവറ്റ് ലൈഫിൽ ബാക്കിയുള്ള ആളുകളും നാട്ടുകാരോ ബാക്കിയുള്ള ആരും അറിയാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മൾ ഇടപെടുന്നത് വീട്ടിലാണ്. അപ്പോൾ വീട്ടിലുള്ള ഭാര്യമാർ
അവരെങ്ങനെയാണ് ഒരു പുരുഷനെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, അല്ലെങ്കിൽ മകനെക്കുറിച്ച്, അല്ലെങ്കിൽ ഉപ്പയെക്കുറിച്ച്, ഇവരെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഉത്തമരല്ല എന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് വിശ്വാസം പറയുന്നത്. സ്വന്തം ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിൽ, ആ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ പ്രാധാന്യം നിങ്ങൾ ഈ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവണം എന്നുള്ളത് റസൂല് പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പരിഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ റസൂലിൻ്റെ അടുത്ത വേറൊരു ആയത്തിറങ്ങിയ ഒരു സംഭവം, അത് ഒരു അധ്യായത്തിൻ്റെ തന്നെ തുടക്കം അത് തന്നെയാണ്. ഒരു തർക്കിക്കുന്നവൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആയത്ത് നമുക്ക് ഒരു സൂറത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ ഒരു സ്ത്രീയുടെ തർക്കവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ മുജാദല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട്. ഒരു സ്ത്രീ തർക്കിക്കുന്നത് ആരോടാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. എന്നിട്ട് ആ സ്ത്രീയുടെ പേരിൽ ഒരു അധ്യായം തന്നെ അള്ളാഹു ഇറക്കുകയാണ്. അതിൻ്റെ തുടക്കത്തിലെ വചനം ഒന്ന് ഞാൻ ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. അപ്പോൾ ഇതിൽ അള്ളാഹു ആദ്യം തന്നെ പറയാം, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫി സൗജിഹ. അവളുടെ ഭർത്താവിൻ്റെ വിഷയത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നവളുടെ സംസാരം തീർച്ചയായും അള്ളാഹു കേട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹു അവിടെ പരിഗണിക്കുകയാണ് ഭർത്താവിൻ്റെ വിഷയത്തിൽ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഖൗല എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ഭർത്താവുമായി ചെറിയൊരു പിണക്കമുണ്ടാകുന്നു. ഔസ് ബിൻ സാബിത്ത് എന്ന ഭർത്താവുമായി പിണക്കമുണ്ടാകുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അറബികൾക്കിടയിൽ അന്ന് എന്തെങ്കിലും ഒരു വഴക്കുണ്ടായാൽ ഭാര്യമാരോട് അവർ പറയുമായിരുന്നു, അവരെ തൊലാക്ക് ചെല്ലുന്നതിൻ്റെ, അവരെ ഡിവോഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവർ പറയും. ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഔസ് ബിൻ സാബിത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയും, നീ എൻ്റെ ഉമ്മയെ പോലെയാണ്. ഇത് അറബികൾക്കിടയിലുള്ള ഒരു സമ്പ്രദായമായിരുന്നു, ഒരു രീതിയായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു രീതിയായിരുന്നു, നീ എൻ്റെ ഉമ്മയെ പോലെയാണെന്ന് ഭാര്യയോട് പറഞ്ഞാൽ അത് ഡിവോഴ്സ്. ഉമ്മയെ വൈവാഹിക ബന്ധം പറ്റൂലല്ലോ, അതൊരു ഡിവോഴ്സ് പോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ചും ഔസ് ബിൻ സാബിത്തിന് അന്ന് കുറച്ച് പ്രായമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രായത്തിന്റെയും ഒരു പെട്ടെന്നുള്ള ഒരു റിയാക്ഷന്റെയും ഭാഗമായിട്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോയി. പക്ഷേ ഇസ്ലാമിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമമില്ല. പക്ഷേ അവിടെ പൊതുവായിട്ട് അങ്ങനെ ഒരു ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലിന്റെ അടുത്തേക്ക് വരികയാണ് ഇവര്, ഈ ഹൗല റളിയല്ലാഹു അൻഹ. കാരണം ആ ഹൗല വന്ന് പറയുന്നത് തന്നെ, ഈ ഡിവോഴ്സ് സാധുവായി കഴിഞ്ഞാൽ, ഇപ്പൊ ഭർത്താവ് പെട്ടെന്നുള്ള ദേശത്ത് പറഞ്ഞു പോയതാണ്, അദ്ദേഹത്തിന് പിന്നീട് കുറ്റബോധം ഉണ്ടായി, മാത്രമല്ല ഡിവോഴ്സിന്റെ സംസാരിക്കുകയും ചെയ്തു. ഇനി ഇത് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രയാസമാകും. കാരണം അദ്ദേഹം നല്ല പ്രായമുള്ള ഒരാളാണ്, മക്കളുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തുടർന്ന് ജീവിക്കണം, ഒന്നിച്ച് വൈവാഹിക ജീവിതം, ദാമ്പത്യ ജീവിതം നയിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഡിവോഴ്സ് അസാധുവല്ലേ എന്ന രൂപത്തിൽ അതിനു വേണ്ടിയിട്ടാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്, റസൂലിനോട് തർക്കിക്കുകയാണ്. അപ്പൊ അവിടെയാണ് അങ്ങനെ ഒരു വാദങ്ങൾ ഇങ്ങനെ റസൂലിന്റെ മുമ്പിലേക്ക് ഓരോ, എൻ്റെ ഭർത്താവിന് പ്രായമായി, ഇനി ഇപ്പോൾ ഇങ്ങനെ ഡിവോഴ്സ് നടന്നാൽ അദ്ദേഹം കൂടുതൽ പ്രയാസപ്പെടും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വാദങ്ങൾ ഇങ്ങനെ നിരത്തി തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാശ ലോകത്ത് നിന്ന്, വാനലോകത്ത് നിന്നും വഹി ഇറങ്ങുന്നത്. ഖദ് സമി അള്ളാഹു കേട്ടിരിക്കുന്നു, ജഗന്നിയന്താവ് അല്ലെങ്കിൽ ഉടയ തമ്പുരാൻ ഇതാ ഈ സ്ത്രീയുടെ, തർക്കിക്കുന്ന സ്ത്രീയുടെ ഈ വാദങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവരാണെങ്കിൽ അള്ളാഹുവിനോട് അവരുടെ പരാതി പറയുകയാണ്. വല്ലാഹു യസ്മഉ തഹാവുറക്കുമ, അള്ളാഹു നിങ്ങൾ രണ്ടുപേരുടെ, അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം അള്ളാഹു കേട്ടിരിക്കുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ, തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം തുടങ്ങുന്നത് തന്നെ. അതായത് ആ സ്ത്രീയുടെ ഒരു അവകാശത്തെ പിന്നീട് അതിനെ അനുകൂലിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ കാണുന്നത്. അത്രത്തോളം അള്ളാഹു ഒരു സ്ത്രീയുടെ വാദത്തെ, ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിൽ അവരോടൊന്ന് ദേഷ്യപ്പെടാമായിരുന്നു, ഞാനൊരു പ്രവാചകനാണ്, എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തീരുമാനിച്ചാൽ പോരെ എന്നൊക്കെ വേണമെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാമായിരുന്നു. മാത്രമല്ല നമ്മൾ സ്ത്രീ വിരുദ്ധന്റെ ഒക്കെ ഒരു മനസ്സിൽ ആണെങ്കിൽ ആരെ പെണ്ണ് വന്നിട്ട് എന്നോട് തർക്കിക്കാൻ എന്ന് വേണമെങ്കിൽ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനും അപ്പുറത്തേക്ക് അതിനെ പരിഗണിക്കുകയും ആ പറഞ്ഞ വാദങ്ങളെ, അതിനെ ആ ന്യായമായി പറഞ്ഞ കാര്യങ്ങളെ പരിഗണിക്കുകയും ആ വിഷയത്തിൽ വഹി ഇറങ്ങുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ ഉള്ളത്. അതേപോലെ തന്നെയാണ് എല്ലാ തരത്തിലും സ്ത്രീകളുടെ ആ ഒരു ഓട്ടോണമിയെയും അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്ക് അവരുടെ ഒരു പദവിയെയും എല്ലാം ബഹുമാനിച്ച ഒരുപാട് സന്ദർഭങ്ങൾ, ഇത് ഈ ചെറിയൊരു വീഡിയോയിലൊന്നും ഒതുക്കാൻ പറ്റുന്നല്ല, ഇങ്ങനെയുള്ള അനേകം സംഭവങ്ങൾ റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഭാഗമാണ് ശരിക്കും മക്കം ഫതഹ്, മക്ക പിന്നെ മുസ്ലിങ്ങൾ ജയിച്ച ആ ഒരു സമയത്ത്
ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അഭയം നൽകിയൊരു കേസടക്കം നമുക്ക് ഹദീസിൽ കാണാം. ഈ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ ശരിക്കും മുഹമ്മദ് ഉസ്താസ്മിയുടെ എളാപ്പയുടെ മകളാണ്, അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ്. അപ്പോൾ ഉമ്മുഹാനി ഇപ്പം മക്ക വിജയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ സംഭവം ഒന്ന് സൂചിപ്പിക്കണം എന്ന് തോന്നുന്നു. മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചടക്കുന്ന, അതായത് മദീനയിൽ നിന്ന് തിരിച്ചു വന്നു, മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചതായിരുന്നു, മക്ക പിടിച്ചടക്കുന്നു. മക്ക പിടിച്ചടക്കിയ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് നബിയെയും സ്വഹാബിമാരെയും ആട്ടി ഓടിച്ച കുറേ ആളുകളുണ്ട്, ശത്രുക്കളുണ്ടായിരുന്നു, അവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അവർ ശത്രുക്കളായിരുന്നു, യുദ്ധം പ്രഖ്യാപിച്ചവരായിരുന്നു, യുദ്ധങ്ങൾ ചെയ്തവരായിരുന്നു, പല സ്വഹാബിമാരെയും ക്രൂരമായി കൊലപ്പെടുത്തിയവരൊക്കെ അക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊക്കെ ഭയങ്കര ആശങ്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാവി ഇനി എന്താകും, ഞങ്ങളിപ്പോൾ തന്നെ കൊന്നുകളയോ, ഇങ്ങനെ പ്രതികാരത്തിന്റെ ദിനമാണ് എന്നൊക്കെ ഇത് എന്തായാലും മുഹമ്മദ് ഞങ്ങളോട് പ്രതികാരം ചെയ്യുന്ന ദിവസമാണ്, രക്തം ചിന്തുന്ന ദിവസമായിരിക്കും എന്ന് അവർ ആശങ്കപ്പെട്ടിരുന്ന, ഭയപ്പെട്ടിരുന്ന ഒരു സമയത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ആംനസ്റ്റിയുടെ ഒരു പ്രഖ്യാപനം നടത്തുന്നു, ഒരു പൊതുമാപ്പ് നൽകുകയാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ വീടിൽ പോയി അഭയം പ്രാപിച്ചാൽ അവരുടെ അഭയം ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ അഭയം പ്രാപിക്കുന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് മക്ക വിജയ സമയത്ത് ഉണ്ടായ സംഗതി. അപ്പോൾ ഈ സമയത്ത് ഉമ്മുഹാനി എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീ ഒരു അവിശ്വാസിയായ പുരുഷന് അഭയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു സാമ്പ്രദായിക രീതി അതാണ്. ഏതെങ്കിലും ഒരാൾ അഭയം കൊടുത്താൽ, ഇപ്പോൾ ഗോത്രീയമായൊരു സാമൂഹിക വ്യവസ്ഥ ആയിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്, ഏതെങ്കിലും ഒരാൾ അഭയം കൊടുത്താൽ ആ അഭയം വാലിഡ് ആയിരിക്കും, ആ അഭയത്തെ പിന്നെ ബാക്കിയുള്ള എല്ലാവരും സ്വീകരിക്കും. ഇങ്ങനെ റെഫ്യൂജ് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് ഒരു അവിശ്വാസിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി അങ്ങനെ നടത്താൻ എല്ലാ മുസ്ലിങ്ങൾക്കും കഴിയും. അപ്പോൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ ആ ഒരു അമുസ്ലിമായ അവിശ്വാസിയായ വ്യക്തിക്ക് അഭയം കൊടുക്കുന്നു. പക്ഷേ ഈ വാർത്ത അറിഞ്ഞ ഉമ്മുഹാനീൻ്റെ സഹോദരനായ അലി റളിയല്ലാഹു അൻഹു അയാളെ കൊല്ലാൻ കടന്നു വരുന്നു. കാരണം എന്താ, ഇയാൾ അവിശ്വാസിയായ ഒരു മനുഷ്യനാണ്, നമ്മളോട് യുദ്ധം ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ സമയത്ത് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത്, മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് ചോദിക്കുന്നുണ്ട്. സഅമ ഇബ്നു ഉമ്മി, എൻ്റെ ഉമ്മയുടെ മകൻ, അതായത് അലി റളിയല്ലാഹു അൻഹു സ്വന്തം സഹോദരൻ എന്ന് പോലും വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അത്രയും ദേഷ്യത്തിലാണ്, സ്വന്തം സഹോദരനോട് ദേഷ്യപ്പെടാൻ, എന്തിന്, ഒരു അമുസ്ലിമിനെ രക്ഷിക്കാൻ. അപ്പോൾ സഅമ ഇബ്നു ഉമ്മി അന്നഹു ഖാതിലുൻ റജുലൻ ഖദ അജർതുഹു, ഞാൻ അഭയം നൽകിയിട്ടുള്ള ഒരു മനുഷ്യനെ കൊല്ലാൻ എൻ്റെ ഉമ്മയുടെ മകൻ, അതായത് എൻ്റെ സഹോദരൻ അലി ശ്രമിക്കുന്നുണ്ട്, അലി തീരുമാനിച്ചിട്ടുണ്ട്. ഫുലാൻ ഇബ്നു ഹുബൈറ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട്, ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഖദ് അജർന മൻ അജർതി യാ ഉമ്മുഹാനി, ഉമ്മുഹാനിയെ നീ അഭയം നൽകിയവർക്ക് നമ്മളും അഭയം കൊടുക്കും, ഒരിക്കലും അവരെ കൊല്ലാൻ ആർക്കും അനുവാദം കൊടുക്കില്ല എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ധീരമായൊരു നിലപാട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ ആ ഒരു പിന്നെ അഭയം നൽകാൻ, റെഫ്യൂജ് നൽകാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് അവിടെ സ്ഥാപിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് നമുക്ക്. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു കൊല്ലണം എന്ന് തീരുമാനിച്ചു വന്നതാണ്. ആ തീരുമാനം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ആ പുരുഷന്റെ തീരുമാനമല്ല നടത്തേണ്ടത്, സ്ത്രീയുടെ തീരുമാനമാണ് നടത്തേണ്ടത്. അപ്പോൾ അവിടെ വളരെ കൃത്യമായി നീതിയുടെയും ന്യായത്തിന്റെയും കൂടെ നിൽക്കുക, അല്ലെങ്കിൽ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളതല്ല. അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത്രമേൽ പ്രാധാന്യമുള്ള ഒരു സ്വഹാബിയാണ്. എത്രത്തോളം പറഞ്ഞാൽ മുഹമ്മദ് നബി മരുമകൻ കൂടിയാണ്, മകളെ വിവാഹം കഴിച്ച മരുമകനാണ് അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ പുരുഷൻ ഒരു ഭാഗത്ത്, സ്ത്രീ ഒരു ഭാഗത്ത്. അപ്പോൾ ഇവിടെ സ്ത്രീയാണോ പുരുഷനാണോ, അല്ലെങ്കിൽ സ്ത്രീ പറഞ്ഞ അഭിപ്രായം എപ്പോൾ അവിടെ തൽക്കാലം നിൽക്കട്ടെ, എൻ്റെ മരുമകനായ അത്രയും പ്രാധാന്യമുള്ള അലി എന്ന് പറയുന്ന പുരുഷൻ, ആ പുരുഷന് ഇപ്പം പ്രാധാന്യം കൊടുക്കാം എന്നല്ല അവിടെ തീരുമാനിക്കുന്നത്. അവിടെ സ്ത്രീക്ക് അതിന് അവകാശമുണ്ട്, ആ അഭയം നൽകാനുള്ള അവകാശം സ്ത്രീക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അഭയം നൽകിയവർക്ക് ഞാനും അഭയം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ അവകാശത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഓരോന്നും തട്ടിക്കാണ് വേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ സമീപനങ്ങളിൽ, നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബയാസുകൾ, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്ത്രീയെ ആ നിലക്ക് വില കുറഞ്ഞ് കാണുന്ന ഒരു അവസ്ഥ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സാമൂഹികമായ അന്തരീക്ഷങ്ങൾ കൊണ്ടും കാരണങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇസ്ലാം കൊണ്ടത് തിരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇതുപോലെ തന്നെയാണ് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതും. നമ്മൾ നേരത്തെ പറഞ്ഞു, യൂറോപ്പിലടക്കം സ്ത്രീകൾക്ക് സ്വത്തവകാശവും അനന്തരാവകാശമൊക്കെ ഈ അടുത്ത നൂറ്റാണ്ടുകളിലാണ് അത് ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് തന്നെ ആ വിഷയത്തിൽ വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുന്നതായിട്ടും, ഇസ്ലാമിന് അനന്തരാവകാശം എന്ന് പറയുന്നത് അത് പല വഴികളിലൂടെയാണ്. കേവലമായ ജെൻഡർ വ്യത്യാസം എന്നുള്ളത് മാത്രമല്ല അവിടെ വരുന്നത്, ഒരുപാട്, അതായത് ഒരാൾക്ക് എത്രത്തോളം സാമ്പത്തിക ഉത്തരവാദിത്തമുണ്ട്, അതേപോലെ തന്നെ ആ മരിച്ച ആളുമായി എത്രത്തോളം ബന്ധമുണ്ട്, ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്
എത്രയാണ് അനന്തരാവകാശം വരിക എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷെ അവിടെ സ്ത്രീകൾക്ക് അനന്തരാവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ അവിടെയും നമ്മൾ ശരിക്കും കാണുന്നത് ഒരു സ്ത്രീയുടെ കൺസേൺ പിന്നെ പരിഗണിച്ചുകൊണ്ടാണ് മൊത്തം ഇസ്ലാമിന് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളുടെ അവതരണം തന്നെ തുടങ്ങുന്നത്. ഇസ്ലാമിന് അനന്തരാവകാശം എന്ന് പറഞ്ഞ ഒരു വിജ്ഞാന ശാഖ തന്നെയുണ്ട്. ഒരു വിജ്ഞാനം, ഇപ്പം നമ്മൾ ഇൽമുൽ ഹദീസ്, ഇൽമുൽ ഖുറാൻ സംബന്ധമായ അറിവ്, ഹദീസ് സംബന്ധമായ അറിവ്, അതേപോലെ കർമ്മശാസ്ത്ര സംബന്ധമായ അറിവ് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളൊരു വിജ്ഞാന ശാഖ തന്നെയാണ് ഇൽമുൽ ഫറായിദ് എന്ന് പറയും, അനന്തരാവകാശ നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള വിജ്ഞാന ശാഖ. ഈ അനന്തരാവകാശ നിയമങ്ങളായിട്ടുള്ള വിജ്ഞാന ശാഖ ശരിക്കും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാനിലെ 2 ആയത്തുകളാണ്, സൂറത്തു നിസായിലെ 2 ആയത്തുകൾ. ഈ 2 ആയത്തുകൾ ശരിക്കും അവതരിപ്പിക്കപ്പെടുന്നതിന് കാരണം ഒരു സ്ത്രീയുടെ അവകാശം നിഷേധിക്കപ്പെട്ടതാണ്. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇസ്ലാമിൽ ഒരു വിജ്ഞാന ശാഖ രൂപീകരിക്കപ്പെട്ടതിൻ്റെ ബേസ് ഒരു സ്ത്രീക്കുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതും ആ സ്ത്രീക്ക് അവകാശം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ബാക്കിയുള്ള എല്ലാവരുടെ അവകാശങ്ങൾ പിന്നെ അതിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നുള്ള വളരെ കൗതുകകരമായ ഒരു വസ്തുത ആ സന്ദർഭത്തിൽ അത് സംഭവിക്കുന്നത് ശരിക്കും ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഉഹുദ് യുദ്ധത്തിൽ സഅദ് ഇബ്നു റബിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷഹീദാവുകയാണ്, രക്തസാക്ഷിയാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഭാര്യയും മകളുമാണുള്ളത്. ആ മകൾക്ക് വിവാഹപ്രായമായിരുന്നു. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അവിടെ പിന്നെ സംഭവിക്കുന്നത് ഈ പിന്നെ ഇവർക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ അല്ലെങ്കിൽ ഈ സഅദ് ഇബ്നു റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ സഹോദരൻ കൈക്കലാക്കി ഇവർക്കത് കിട്ടാത്തൊരവസ്ഥ. ഈ കുട്ടിക്കാണെങ്കിൽ വിവാഹപ്രായം എത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തങ്ങൾക്ക് സ്വത്ത് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ആ സ്ത്രീ റസൂലിന്റെ അടുത്തേക്ക് പരാതിയുമായി. ഈ സഅദ് ബിൻ അബി റബിയ ഉഹുദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ 2 മക്കളാണ്, 2 പെൺമക്കളുണ്ട്. 2 പെൺമക്കൾക്കും അവരുടെ എല്ലാവരുടെ അവകാശം ആര് തട്ടിയെടുത്തു? സഹോദരൻ തട്ടിയെടുത്തു. അതായത് ഈ കുട്ടികളുടെ എളാപ്പ തട്ടിയെടുത്തു. ആ സമയത്ത് ആ സ്ത്രീ സഅദ് ബിൻ അബി റബീഇന്റെ ഭാര്യ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയണം, എനിക്ക് 2 കല്യാണപ്രായമായ മക്കളുണ്ട്, അതേപോലെ എനിക്കും എൻ്റെ മക്കൾക്കുമുള്ള അവകാശങ്ങൾ ഇദ്ദേഹം തട്ടിയെടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് തരണം എന്ന് റസൂൽ ഇത് കേട്ടപ്പോൾ ശരിക്കും വികാരഭരിതനായിക്കൊണ്ട് അള്ളാഹുവിന്റെ വിധി ഈ വിഷയത്തിൽ വന്നിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം അനന്തരാവകാശ വിജ്ഞാന ശാഖയുടെ അടിസ്ഥാനമായിട്ടുള്ള ആയത്ത് ഇറങ്ങുന്നത്. എന്നിട്ട് ആ പുരുഷനെ വിളിച്ചു വരുത്തുന്നുണ്ട്. വിളിച്ചു വരുത്തിയിട്ട് ഇവർക്ക് ഇത്ര അവകാശങ്ങളുണ്ട്, 3-1 ഓരോ പെൺകുട്ടിക്കും നൽകണം, അതേപോലെ 8-1 ഭാര്യയ്ക്ക് നൽകണം, എന്നിട്ട് ബാക്കിയുള്ളത് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞയച്ച് വിളിപ്പിച്ച് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നത്, ഒരു കൽപ്പന കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ കൺസെന്റ് എന്ന് പറയുന്നത്. സ്ത്രീയുടെ കൺസെന്റ് നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിന് വില കൊടുക്കാത്ത ഒരു അവസ്ഥ ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. സ്ത്രീ ഇപ്പോൾ പ്രത്യേകിച്ചും വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അവളുടെ സമ്മതം അതങ്ങ് സമ്മതിച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ പാരൻസ് അങ്ങ് തീരുമാനിച്ചാൽ മതി, അവളുടെ സമ്മതമൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ച് അങ്ങോട്ട് നടത്തിയാൽ മതി, അല്ലെങ്കിൽ നീ അതിന് എതിരു പറയാൻ നിൽക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥ ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ കാണാൻ സാധിക്കും. അവിടെയാണ് സ്ത്രീയുടെ കൺസെന്റിന് ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അത് ഒരു ഹദീസല്ല, അനേകം സംഭവങ്ങളിൽ നമുക്ക് നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. ഒരുപാട് ഹദീസുകളുണ്ട്. അതിലൊരു ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ വന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്ന സമയത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ എന്ന ഭാര്യയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പരാതി പറഞ്ഞു, എൻ്റെ ഉപ്പയുടെ സമൂഹത്തിലുള്ള സ്ഥാനം ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനെ ഉണ്ടല്ലോ, ചില മാരേജസ് നടന്നാൽ സമൂഹത്തിൽ കുറച്ചും കൂടി ഒരു സ്ഥാനം കിട്ടും, തറവാടികളെ കല്യാണം കഴിച്ചാൽ നമ്മളും കുറച്ചൊന്ന് ഉയരുമല്ലോ എന്നുള്ളത്. അപ്പൊ ഉപ്പാക്ക് ആ സ്ഥാനം കിട്ടാൻ വേണ്ടി എനിക്കിഷ്ടമില്ലാത്തൊരു പുരുഷനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു. ഇതാണ് ആ സ്ത്രീയുടെ പരാതി. അപ്പോൾ ആ യുവതി ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം, എന്താണ് നബി പറയുന്നത് നോക്കാം. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഈ വിവരം ആ പെൺകുട്ടി, ആ യുവതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ആ ഉപ്പയെ വിളിച്ചു കൊണ്ടുവരാണ്, നിർബന്ധിച്ച് സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ച ആ ഉപ്പയെ വിളിച്ചു കൊണ്ടുവരാം. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് അനുവാദം കൊടുത്തു, നിനക്ക് തീരുമാനിക്കാം ഈ വിഷയത്തിൽ, നിനക്ക് ഈ വിവാഹം തുടരണോ വേണ്ടേ എന്ന് നിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ ഇത് വിവാഹം സാധുവാകും, ഇല്ലെങ്കിൽ അതിപ്പോൾ തന്നെ അസാധുവാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് തീരുമാനിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക. അപ്പോൾ ആ സ്ത്രീ പറയുന്നത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഖദ് അജസ്തു മാ സനഅ ബി, എൻ്റെ ഉപ്പ എടുത്ത തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു, എനിക്ക് ഇതുവരെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ നബിയെ താങ്കളുടെ അടുത്തേക്ക് വന്നതിൻ്റെ കാരണം വലാകിൻ അറത്തു അൻ അഅലമ അലിൻ നിസാഇ മിനൽ അംരി ഷൈഅ, ഈ വിഷയത്തിൽ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ, അവകാശമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതായത് ഉപ്പ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചപ്പോൾ, നമ്മൾ അറേഞ്ച്ഡ് മാരേജ് പറയുന്ന ഒരു അറേഞ്ച്ഡ് മാരേജ്, സ്വന്തം സമ്മതമില്ലാതെ കൺസെൻറ്റ് ഇല്ലാതെ ഉപ്പ നടത്തിയൊരു മാരേജ്. പക്ഷേ ആ മാരേജ് എനിക്ക് താല്പര്യമില്ലായിരുന്നു, എന്നാൽ എൻ്റെ ഉപ്പയുടെ തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു.
എന്നാലും ഇതിൻ്റെ സത്യാവസ്ഥ, ഇത് പെണ്ണുങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സേ ഉണ്ടോ, എന്തെങ്കിലും സംസാരിക്കാൻ, എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവകാശം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നബി നിങ്ങളുടെ അടുത്തേക്ക് മറ്റ് സ്ത്രീകളെ അടക്കം അല്ലെങ്കിൽ മൊത്തം സമൂഹത്തെ അടക്കം ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീ അതിലൂടെ ചെയ്യുന്നത്. ചില അവർക്ക് ആ വിവാഹം അപ്പോൾ ഓക്കെയാണ്, അതുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ സ്ത്രീക്ക് വല്ല അഭിപ്രായം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആളുകൾ അറിയണം. അത് മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടണം. എന്ന് വെച്ചാൽ സ്ത്രീയുടെ കൺസെന്റ് ഇനി മുതലെങ്കിലും എന്ത് ചെയ്യണം, ആളുകൾ അത് മാനിച്ചിരിക്കണം എന്ന കാര്യം ആളുകളെ ബോധ്യപ്പെടുത്താൻ മറ്റു സ്ത്രീകളടക്കം അത് അറിയാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അവിടെ അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് തന്നെ നീതിയോടൊപ്പം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു എന്നുള്ളത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സമ്മതിച്ചു, സ്ത്രീകളുടെ കൺസെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. മാത്രമല്ല ഈ കൺസെന്റിനെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തുൻകഹുൽ അയ്യിമു, ഒരു വിധവയായ ഒരു സ്ത്രീ, കല്യാണം കഴിച്ച് ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുകയോ ഒക്കെ ചെയ്യപ്പെട്ടൊരു സ്ത്രീ, ഹത്ത തുസ്തമർ, അവളെ ഒരിക്കലും കല്യാണം കഴിപ്പിക്കാൻ പാടില്ല അവളെ കൺസൾട്ട് ചെയ്തിട്ടല്ലാതെ, അവളോട് സമ്മതം ചോദിച്ചിട്ടില്ല, അവള് സമ്മതം വാക്കാൽ പറഞ്ഞിട്ടല്ലാതെ ഒരു വിധവയെ ഒരിക്കലും കല്യാണം കഴിപ്പിക്കാൻ പാടില്ല, ഫോഴ്സ് ചെയ്യാൻ പാടില്ല. വലാ തുൻകഹുൽ ബിക്ർ. എന്നിട്ട് നമ്മൾ ഇപ്പം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ആളുകൾ പോലും ഈ വിഡോ, അതേപോലെ കന്യകകൾ, ഇങ്ങനെ ഇവരുടെ അനുവാദം എങ്ങനെ നോക്കേണ്ടതെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇവിടെ കൺസെന്റ് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് വരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വിധവയുടെ കാര്യമാണ്, അവളോട് ചോദിക്കണം, വാക്കാൽ അവൾ അനുവാദം നൽകണം. എന്നാൽ വലാ തുൻകഹുൽ ബിക്റു ഹത്താ തുസ്തഅദൻ, അതേസമയം കന്യകയായിട്ടുള്ള വിർജിൻ ആയിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവളോട് സമ്മതം ചോദിക്കാതെ കല്യാണം കഴിപ്പിക്കരുത്, നിക്കാഹ് ചെയ്യിക്കരുത്. എന്നിട്ട് അപ്പോൾ സ്വഹാബിമാര് ചോദിച്ചു, ഒരു കന്യക ചിലപ്പോൾ കുറച്ചൊരു നാണമുള്ള ഒക്കെ ഒരു കൂട്ടത്തിലായിരിക്കുമല്ലോ, അപ്പോൾ യാ റസൂലുള്ളാഹി വകൈഫ ഇദ്നുഹ, എങ്ങനെയിരിക്കും അവൾ സമ്മതം നൽകുക? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻതസ്കുത, അവൾ മിണ്ടാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മൗനം സമ്മതം എന്ന രൂപത്തിലാണെങ്കിൽ അത് കല്യാണം കഴിപ്പിക്കാം. എന്നാൽ അതേസമയം ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ, ആ പെൺകുട്ടി താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് അടക്കം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ വിധവ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം വിധവ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹ ബന്ധത്തിലൂടെ ഒക്കെ കടന്നുപോയി അത്യാവശ്യം സംസാരിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തന്റെ ഇടമൊക്കെ കുറച്ചുകൂടിയൊക്കെ ഉണ്ടാവും വിധവകൾക്ക് എന്നുള്ളതാണ്. അപ്പൊ അത് പരിഗണിച്ചുകൊണ്ടാണ് വിധവ എന്തായാലും സംസാരിച്ചേ പറ്റുള്ളൂ, സംസാരിച്ചുകൊണ്ട് സമ്മതമാണ് തന്നെ പറഞ്ഞു പറ്റുള്ളൂ. കന്യകയാണെങ്കിൽ മിണ്ടാതിരുന്നാൽ മതിയോ? കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഒരു നാണം കൊണ്ടും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാണ്, അതിന്റെ കാരണം കൊണ്ട് ഇനി മൗനം സമ്മതമായിട്ടും എടുക്കാം. അപ്പോൾ ഇത് യഥാർത്ഥ, എന്നാൽ അതേ സമയത്ത് കന്യകയാണെങ്കിലും വിധവയാണെങ്കിലും പറ്റൂല എന്ന് പറഞ്ഞാൽ തീർന്നു, അതോടുകൂടി ആ വിവാഹം അല്ലെങ്കിൽ ആ വിവാഹാലോചന അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അത്രത്തോളം കൃത്യമായിട്ട് ഓരോന്നും വിധവ, കന്യക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേർതിരിച്ചുകൊണ്ടടക്കം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഇന്ന് സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്, ശരിക്കും പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഈ വൺ സൈഡഡ് പ്രണയങ്ങൾ. കാരണം താൻ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയോട് പ്രണയം, അതിനുള്ള താല്പര്യം അറിയിച്ചിട്ട് ആ പെൺകുട്ടി അത് നിരസിച്ചു കഴിഞ്ഞാൽ ആസിഡ് കൊണ്ട് ആക്രമിക്കുക, ഇങ്ങനെ പല രൂപത്തിലുള്ള അപകടങ്ങൾ നടക്കുന്ന നമുക്ക് കാണാം. വിവാഹാഭ്യർത്ഥന നടത്തിയിട്ട് അത് നിരസിച്ചതിന് പേരിൽ അവരെ ആക്രമിക്കുക, അവരെ ചിലപ്പോൾ കൊലപ്പെടുത്തുക, തീ കൊളുത്തുക, ജീവനോടെ തീ കൊളുത്തുക, ഇങ്ങനെ പല അപകടങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു വൺ സൈഡ് ഒരു പ്രണയം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറയട്ടെ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായി. ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ, അവരുടെ പേര് ബരീറ എന്നാണ് സ്ത്രീയുടെ പേര്, അതേപോലെ മുഗീസ് എന്നാണ് പുരുഷന്റെ പേര്. ഈ മുഗീസിന് ബരീറയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ബരീറക്ക് തിരിച്ച് മുഗീസിനോട് ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുഗീസ് ബരീറയുടെ പിന്നാലെ ഇങ്ങനെ നടന്ന് കരഞ്ഞ് എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ച് നടക്കുന്ന അവസ്ഥ വരെ ഹദീസിൽ വളരെ വിശദമായിട്ട്, ഇപ്പോൾ സഹീൽ ബുഖാരിയിലൊക്കെ ഉള്ള ഒരു ഹദീസാണ്, 5283 ഹദീസാണ്. ഈ ബരീറയുടെ പിന്നാലെ മുഗീസ് നടന്നുകൊണ്ട് കരഞ്ഞ് എന്നെ സ്വീകരിക്കൂ, ഭർത്താവായി സ്വീകരിക്കൂ എന്ന് അഭ്യർത്ഥിക്കുന്നതും ഇതൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ബരീറ മുയിസ് അവര് ദമ്പതികളായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, നമ്മൾ പറയുന്നത് പലപ്പോഴും വിവാഹിതരല്ലാത്ത ആളുകൾ പിന്നാലെ നടക്കുന്ന കാര്യം ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവുമാണ്. ആ ഭർത്താവാണ് ശരിക്കും പറഞ്ഞാൽ വിവാഹമോചനം വേണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്ത ഭാര്യയുടെ പിന്നാലെ നടക്കുന്നത്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബന്ധമടക്കമുണ്ട്, എന്നിട്ട് പോലും അതിന്റെ പിന്നാലെ മക്കളടക്കമുണ്ട്. 2 മക്കളാണെന്ന് നിയമം. അപ്പോൾ 2 മക്കളുള്ള ഒരു ഭാര്യയുടെ പിന്നാലെ ഭർത്താവ് നടക്കുകയാണ്. കാരണം ഭാര്യയ്ക്ക് ഇപ്പൊ താല്പര്യമില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആയിഷ ബീവി അവരെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ മോചിപ്പിച്ചതോടുകൂടി പിന്നെ ബരീറ റളിയല്ലാഹു അൻഹക്ക് അതിൽ താല്പര്യമില്ലാതാകുന്നു, ഭർത്താവ് പിന്നാലെ നടക്കുന്നു. അപ്പം ഇവിടെ കേവലമായ ഒരു ബന്ധമില്ലാത്ത 2 ഇൻഡിവിജ്വൽസ് അല്ല പിന്നാലെ നടക്കുന്നത്, മറിച്ച് ഭർത്താവ് ഭാര്യയുടെ പിന്നാലെ നടക്കണം, എന്നെ ഒന്ന് സ്വീകരിക്കൂ, എന്നെ ഒന്ന് എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇവിടെ ഭാര്യയുടെ കൺസെന്റ് ഇല്ല, അവിടെ ഭാര്യയ്ക്ക് താല്പര്യമില്ല, അതാണ് അവിടെ വിഷയം.
വിഷയം. അപ്പൊ അങ്ങനെയുള്ള ഒരു പിന്നാലെ നടക്കലാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ മുഹീസിന്റെ ഈ ഒരു ഭയങ്കര പ്രയാസം, മനപ്രയാസമൊക്കെ കണ്ടപ്പോൾ, ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് കണ്ടപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബരീറ എന്ന സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവനൊന്ന് തിരിച്ചെടുത്തൂടെ, റാജഅത്തി, ഒരു ഭർത്താവല്ലേ, ഒന്ന് തിരിച്ചെടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് തഅ്മുറുനി, താങ്കൾ എന്നോട് കൽപ്പിക്കണോ, കാരണം റസൂലാണ് നിങ്ങൾ എന്നോട് കൽപ്പിച്ചാൽ തീർച്ചയായും ഞാനത് അനുസരിക്കണം, അതെൻ്റെ മതപരമായ ബാധ്യതയാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന അശ്ഫഅ, അല്ല, തീർച്ചയായും ഞാൻ നിന്നോട് ഒരു ശുപാർശ നടത്തുന്നതാണ്, ഞാൻ റെക്കമെൻഡേഷൻ നടത്തിയതാണ്, ഭർത്താവിന് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ മുഹീസിന്റെ ഈ കരഞ്ഞ് നടക്കുന്ന ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ റെക്കമെൻഡേഷൻ നടത്തിയതാണ് എന്ന് പറയുന്നത്. അവിടെയും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥാനം ദുരുപയോഗം ചെയ്യല്ല ചെയ്യുന്നത്. അവിടെയും സ്ത്രീയുടെ ന്യായമായ ഒരു അവകാശത്തെ അതിനെ പരിഗണിക്കുന്നു, അതിനെ അനുകൂലിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രയാസം മുഹീസിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കുന്നില്ല. ഇപ്പം ആ സ്ത്രീ തന്നെ ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്നോട് കൽപ്പിക്കാണോ, വേണമെങ്കിൽ നബിസ്വല്ലല്ലാഹു പറയും ഞാൻ കൽപ്പിക്കാണ് എന്ന് പറഞ്ഞാൽ ശുപാർശ നടത്താണെന്ന് പറഞ്ഞപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞു. അത് ശുപാർശ നടത്തുക മാത്രമാണ് ചെയ്തത് എന്ന് നബിസ്വല്ലല്ലാഹു പറഞ്ഞപ്പോൾ ആ സ്ത്രീ പിന്നീട് പറഞ്ഞു, ലാ ഹാജ തലീഫി, എനിക്ക് അവന്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് റിജക്ട് ചെയ്തു. അത് റസൂൽ അംഗീകരിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും ആലോചിച്ചൊക്കെ, ഏതെങ്കിലും ആണും പെണ്ണും അല്ല, ഭാര്യയും ഭർത്താവുമായിരുന്ന 2 മക്കളുള്ള 2 ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിയുടെ താടിരോമങ്ങൾ നനയുമാറ് കരഞ്ഞ് പിന്നാലെ നടക്കുന്ന ആ അവസ്ഥ കണ്ടിട്ട്, 2 മക്കളില്ലേ, ഭർത്താവല്ലേ, ഒന്ന് പിന്നെ തിരിച്ചെടുത്തൂടെ എന്ന് റസൂൽ ചോദിക്കുമ്പോൾ അവിടെ പോലും വേണമെങ്കിൽ റസൂൽ കൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പം ആ സ്ത്രീ അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷെ അവിടെ പറയുന്നു, ഇല്ല, ഞാൻ ശുപാർശ നടത്താൻ മാത്രമാണ്. അപ്പോൾ ആ സ്ത്രീ അത് റിജക്റ്റ് ചെയ്യുന്നു, അവരുടെ വഴിക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രത്തോളം ഒരു സ്ത്രീയുടെ അഭിപ്രായം, എൻ്റെ കാര്യത്തിൽ ഞാൻ ഇതാണ് തീരുമാനിക്കുന്നത്, എനിക്ക് ഇതിൽ താല്പര്യമില്ല, എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ 2 മക്കളുള്ള വിഷയത്തിലാണ് ഈ പറയുന്നത്. അത്രത്തോളം വാല്യൂ ഒരു സ്ത്രീയുടെ പിന്നെ സംസാരത്തിന് അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിന്, അവരുടെ കൺസെൻറ്റിന് കൊടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ സ്ത്രീകളുടെ പിന്നെ അഭിപ്രായങ്ങൾക്കും അവരുടെ കൺസേൺസിനും കൊടുത്തിട്ടുള്ള പ്രാധാന്യം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇസ്ലാമിക പാരമ്പര്യത്തിലും നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ സ്വത്ത് അവകാശവുമായി ബന്ധപ്പെട്ട്, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്, പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പല ആൾക്കാരും അനന്തരാവകാശമൊക്കെ പറയും. ഇസ്ലാമിൻ്റെ ആ ഒരു ഫാമിലി സ്ട്രക്ചറും അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും പരിശോധിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവാം. എന്ന് വെച്ചാൽ ഇസ്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ, ആർക്കാണോ പിന്നെ സാമ്പത്തിക ഉത്തരവാദിത്തം ഉള്ളത് അവർക്ക് കൂടുതൽ കിട്ടും. ഇപ്പം പിന്നെ മകനും മകളും ആണെന്നുണ്ടെങ്കിൽ മകന് കൂടുതൽ അവിടെ കിട്ടുന്നുണ്ട്. കാരണം എന്താ, ആ മകൻ വേണം ബാക്കിയുള്ള സ്ത്രീകളെ അടക്കം എല്ലാവരെയും നോക്കേണ്ടത്. എല്ലാവരുടെയും ഉത്തരവാദിത്തം മകനെ ഏൽപ്പിച്ചിട്ടാണ് മകന് പൈസ കൂടുതൽ കൊടുക്കുന്നത്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സാമ്പത്തിക ഉത്തരവാദിത്തം ഇല്ല, പക്ഷെ അവൾക്ക് പൈസ കിട്ടും. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമില്ലാതെ സമ്പാദിക്കപ്പെടുക, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ അവളെ ഏൽപ്പിച്ചിട്ടില്ല, എന്നാൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സമ്പാദിക്കാം, അതേ സമയത്ത് അനന്തരാവകാശം കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ളൊരവസ്ഥ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സൊസൈറ്റിയിൽ പിന്നെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, സ്ത്രീകളിൽ ധനം കൂടുന്ന അവസ്ഥ വരെ ഇസ്ലാമിക സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖലീഫമാരുടെയൊക്കെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ കയ്യിൽ കുറേ ധനം ഉണ്ടാവും, അവർക്ക് ഇഷ്ടം പോലെ ദാനം ചെയ്യാനും ചാരിറ്റി ചെയ്യാനും, അതേപോലെ തന്നെ മിക്ക സ്ഥാപനങ്ങൾ, മദ്രസകൾ ഉണ്ടാക്കുക. ഇപ്പം തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഖറാവിയൻ, പിന്നെ ഫാത്തിമ അൽ ഫിഹിരി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇന്ന് തന്നെ മോഡേൺ യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും ആദ്യത്തേത് എന്നൊക്കെ അറിയപ്പെടുന്നു. മൊറോക്കോയിലുള്ള ആ യൂണിവേഴ്സിറ്റി, അതൊരു മദ്രസയായിട്ടാണ് തുടങ്ങുന്നത്, പിന്നീട് അത് യൂണിവേഴ്സിറ്റിയായി വികസിക്കുകയാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി ഓഫ് ഖറാവിയൻ എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ മോഡേൺ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ തുടങ്ങാനും പള്ളികൾ ഉണ്ടാക്കാൻ, ദാനധർമ്മം ചെയ്യാൻ, അവരുടേതായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നത് നോക്കിയാൽ ഇസ്ലാമിക അനന്തരാവകാശത്തിൻ്റെ നിയമങ്ങൾ പ്രകാരമാണ്. കാരണം എന്താ, പുരുഷന്മാർക്ക് പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ അവർക്ക് ചിലവാക്കാൻ ഒരുപാട് ബാധ്യതകളുണ്ട്. സ്ത്രീക്ക് പൈസ കിട്ടുകയും ചെയ്യും, പക്ഷേ ബാധ്യതകൾ എന്ന് വെച്ചാൽ നിർബന്ധ ബാധ്യതകൾ അവർക്ക് ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാമിക പണ്ഡിത പാരമ്പര്യത്തിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യം അതൊന്നും പറഞ്ഞാൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല. കാരണം പല ഇമാം ബുഖാരി അതേപോലെയുള്ള വലിയ വലിയ ഇമാമുകളുടെ പോലും ഇമാമത്തുകളായിട്ട് അല്ലെങ്കിൽ അവരുടെ ഉസ്താദത്തുകളായിട്ട് സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വൈജ്ഞാനിക രംഗത്താകട്ടെ, മറ്റ് സാമൂഹിക രംഗങ്ങളാകട്ടെ, എല്ലാ നിലക്കും സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയെ വാർത്തെടുത്ത ദീനിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മതത്തിൻ്റെ വക്താക്കൾ എന്ന നിലക്ക് സമൂഹത്തിൽ പലപ്പോഴും വ്യത്യസ്തമായ കൾച്ചറുകളിൽ കൂടിച്ചേരുമ്പോൾ നമ്മളുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ പെരുമാറ്റങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സ്ത്രീ വിരുദ്ധതകളെ ആ നിലക്ക് തന്നെ പരിശോധിക്കുകയും അത് തിരുത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ.